സുഹൃത്തുക്കളെ നമസ്കാരം. ജോസ് കെ മാണി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ലാസ്റ്റ് കേൾക്കുന്നത് ഇതൊരു അന്ത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ പത്രക്കാർ പറയുന്നതല്ലേ നമുക്ക് കേൾക്കുന്നത്, അതിൻ്റെ നമ്മുടെ ഒരു അറിയുന്നൊരു വിവരം പത്രമാധ്യമങ്ങളിൽ കൂടെ പത്രമാധ്യമല്ല ഇപ്പം ഈ മീഡിയയിലും ഇത് ചാനലുകാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. ഇപ്പം കേൾക്കുന്നു, ജോസ് കെ മാണി പറഞ്ഞു ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, LDF തന്നെയാണ്. നല്ല കാര്യം. ഒരിടത്ത് ഉറച്ചു നിൽക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസവും കാല് മാറുന്നതും ഒരു നല്ല കാര്യമല്ല. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, അത് നല്ലത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്, കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കന്മാർ, അതുപോലെ PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ്സുകാർ. യാതൊരു കാരണവശാലും ഇവർ വരരുതെന്ന് ആഗ്രഹിച്ചവരാണ് കോട്ടയത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അതുപോലെ PJ ജോസഫിൻ്റെ ആൾക്കാരും. അവർക്ക് ഒരാഹ്ലാദം, മറ്റുള്ളവർക്കൊരു സങ്കടവും. ഇപ്പോൾ എന്നാലും ഈ ജോസ് കെ മാണി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തോ ഗുണമുണ്ടാകും? ഒരു ഗുണം ഉണ്ടാകത്തില്ലായിരുന്നു. അത് UDF തകർക്കാനുള്ളൊരു പരിപാടിയായിരുന്നു ഈ ജോസ് കെ മാണി ഇങ്ങോട്ട് വന്നാൽ. കാര്യം, ജോസ് കെ മാണിക്ക് പാലായിൽ മത്സരിക്കാൻ മാണി സി കാപ്പൻ ആ സീറ്റ് മാറ്റിക്കൊടുക്കുമോ? മറ്റേ മോൻസ് ജോസഫ് അവിടെ കടുത്തുരുത്തിയിൽ അവിടെ നിന്ന് പുള്ളി മാറിക്കൊടുക്കുമോ? ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ വരുമ്പോഴത്തേനും അടിയാകും. ഇത് മാറിയത് നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ ജോസ് കെ മാണി ഈ ഒരു പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ പുള്ളിക്കാരനൊരു 10 വോട്ടിൻ്റെ വില പോലും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്ന പുള്ളിയുടെ അച്ഛൻ മരിച്ചപ്പം അവിടെ മത്സരിച്ച് ജയിക്കേണ്ടതല്ലായിരുന്നു. അതിനുള്ള കഴിവൊന്നുമില്ല പുള്ളിക്ക്. പുള്ളി ഒരു വളരെ ക്ലീൻ ഷോ ഒക്കെ ചെയ്ത് എൻ്റെ കൂട്ട് ഈ വന്ന് 4 പേരുടെ വട്ടത്ത് വളരെ ഈ ജയിക്കൊക്കെ പറയുന്ന പോലെ അതിനേക്കാട്ടിൽ ഇച്ചിരി ഡീസൻ്റായിട്ട് ഒക്കെ ഇച്ചിരി വർത്തമാനം പറയും എന്നുള്ളതല്ലാതെ പുള്ളിക്കാരന് യാതൊരുവിധ മനുഷ്യരുടെ അടുത്ത് കഴിവൊന്നും തെളിയിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇയാൾ വരാത്തതാണ് UDF നല്ലത്, ഇയാൾ പോകാത്തതാണ് LDF നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.